Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ്കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ്കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇഡ്ലി ദോശപ്പൊടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പച്ചക്കപ്പലണ്ടിയാണ്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ വറുത്തതാണ് കിട്ടുന്നതെങ്കിൽ അതായാലും മതിയാവും. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ തുവരപ്പരിപ്പാണ്. നമ്മൾ ഈ സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ പരിപ്പാണ് ഒരു 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. അതും 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ തോലോട് കൂടിയുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തോലില്ലാത്ത ഉഴുന്നാണ് കിട്ടുന്നതെങ്കിൽ അത് മതിയാവും. പക്ഷേ തോലോട് കൂടിയുള്ള ഉഴുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്തേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് അരിയാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അത് എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് അളവിൽ അരി എടുത്തിട്ടില്ല. അതിപ്പോൾ ഏത് അരിയായാലും മതിയാവും. കൂടെ തന്നെ ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇത് ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് മസാലകളൊക്കെ വേണ്ടി വരും. അത് നമുക്ക് പിന്നീട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ലി ദോശപ്പൊടി തയ്യാറാക്കുമ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ നമ്മളിതിലേക്ക് ചേർത്തേക്കണം. എന്നാൽ ശരി, നമുക്കിതെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒരു കടായി ഇപ്പം നമ്മളെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ നിലക്കടലയും പുളിയും കറിവേപ്പിലയും മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാം ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് വറുത്തെടുക്കുന്ന സമയം ചോദിച്ചാൽ, നമ്മുടെ ഈ അരിയെല്ലാം ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. അരിയെല്ലാം നല്ലതുപോലെ ചൂടായിട്ട് ഒരു വെള്ള കളറിൽ കിട്ടും നമുക്ക്. അതുവരെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ അരിയെല്ലാം പൊട്ടി തുടങ്ങും. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കപ്പലണ്ടി കൂടി ചേർക്കാത്ത എന്തെന്ന് വെച്ചാൽ, കപ്പലണ്ടി വറുത്തെടുക്കാൻ വേണ്ടി ഇത്രയും സമയം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അരിയെല്ലാം ഇതുപോലെ വെള്ള കളറിലാകും. വറുത്തെടുക്കുമ്പോൾ അരി എപ്പോഴും ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ മനസ്സിലാവും ഈ ഇട്ടിരിക്കുന്ന എല്ലാ ചേരുവകളും നല്ലതുപോലെ വറുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഇനി നമുക്ക് നിലക്കടല വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ വറുത്തിട്ട് കിട്ടും. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നിലക്കടലയെ നമ്മളിപ്പോൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുറത്തുള്ള തോലില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറുത്ത് തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നതിൽ നിന്നും ഒരല്പം കൂടി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ പുളി കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കറിവേപ്പില ഒന്ന് ചൂടായിട്ടൊന്ന് കിട്ടുമല്ലോ, നല്ല ക്രിസ്പി ആയിട്ട്, ആ ഒരു രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം നല്ല ചൂടായിട്ടാണ് ഉള്ളത്, തണുത്തിട്ടേ ഇല്ല. ഈ ചൂടോട് തന്നെ നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ, ചെറിയ സ്പൂണിൽ 1 ടീസ്പൂൺ ഫുള്ളും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതാണ്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം ഈ ശർക്കര കൂടി. എങ്കിൽ മാത്രമേ ആ പുളിയും എരിവും ഒക്കെ നല്ല കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ നമ്മൾ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടും. നന്നായിട്ട് മാറില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ ഫൈൻ പൗഡറായിട്ടല്ല നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ചെറിയ തരിയായിട്ട് ഉണ്ടാവണം. അതായത് നമ്മൾ ഈ പുട്ടിന് പൊടിച്ചെടുക്കില്ല അരി, ആ ഒരു രീതിയിൽ ചെറിയ തരി ഉണ്ടാവണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നത്. അങ്ങനെയാണിത് പൊടിച്ചെടുത്തിട്ടുള്ളത്.
ഇതിപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ 1/4 കപ്പ് നിലക്കടല എന്നൊക്കെ പറയുന്നത് 1 കപ്പ് അളവിലാണ് എടുക്കുന്നത്. എല്ലാം ഓരോ കപ്പ് വീതമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 1 മാസം വരെ നമുക്ക് ഒരു എയർ ടൈറ്റ് ബോട്ടിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഇപ്പോൾ എണ്ണ ചേർക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ കുഴച്ച് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. എണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഏത് ഓയിൽ ഒഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റേ ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ വെളിച്ചെണ്ണ മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു ഇഡ്ലിപ്പൊടി തയ്യാറാക്കിയിട്ട് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എപ്പോഴെല്ലാം ദോശ ഇഡ്ലിയും കഴിക്കുമോ അപ്പോഴെല്ലാം ഈ ഒരു ഇഡ്ലിക്കാരനില്ലാതെ കഴിക്കാനേ തോന്നില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.